നമ്മുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത് അല്ലേ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്കൂളിൽ അവർക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്ന കാര്യം കൂടിയായിരിക്കും പൊതിച്ചോറ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അന്ന് നമുക്ക് സ്നാക്സ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല സ്കൂളിലല്ലേ. ആകെ ഈ ഉച്ചയ്ക്കത്തെ ഒരു ഊണ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതും വാഴയിലയിൽ പൊതിഞ്ഞു കൊണ്ടുപോവുക. ഉച്ചവരെ അത് ആ വാഴയിലേക്കകത്ത് തന്നെ ചോറിരിക്കും. ആ വാഴയിലയുടെ സ്മെല്ലും കാര്യങ്ങളും എല്ലാം ചോറിലോട്ടും കറികളിലോട്ടും പടർന്നു പിടിക്കും. ഉച്ചയ്ക്ക് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ കാണുമ്പം എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ്, ആ ഒരു മെമ്മറി നിങ്ങൾ വീണ്ടും അത് ആഗ്രഹിക്കുന്നുണ്ടോ? ഒന്നുകൂടെ വാഴയിലേക്ക് അത് പൊതിഞ്ഞ് ഊണ് കഴിക്കണം. അതിൻ്റെ ആ ഒരു മെമ്മറി നിങ്ങൾക്ക് കിട്ടിയത് സ്കൂളിൽ നിന്നാണെങ്കിൽ, സ്കൂളിൽ പോയ കാലഘട്ടത്തിൽ നിന്നാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഞങ്ങൾ വിചാരിച്ചു വാഴയിലൊരു ഊണ് തയ്യാറാക്കി പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഉച്ചയ്ക്കൊന്ന് കഴിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങളങ്ങനെ വാഴയിലയിൽ പൊതിയാൻ വേണ്ടി വിചാരിച്ചേക്കുവാണ് ഇപ്രാവശ്യം. അപ്പം നമ്മൾ കറികളൊന്നുമില്ല, നോർമലി നമ്മൾ വീട്ടിലുണ്ടാക്കിയ കറികൾ വെച്ച് മാത്രം. അതിനുവേണ്ടി വാഴയിലേക്ക് പൊതിയുന്നതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ആകെ ബീറ്റ്റൂട്ട് കറി, പിന്നെ ഇച്ചിരി മാങ്ങ, പച്ചമാങ്ങ ചമ്മന്തി, മുട്ട പൊരിച്ചതും, പിന്നെ അച്ചാറും, മാങ്ങ അച്ചാറും, അത്രയും മാത്രമേ ഉള്ളൂ. എല്ലാം പൊതിഞ്ഞ് വെച്ച് ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിച്ചു കഴിഞ്ഞപ്പം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട്. നല്ലൊരു വാഴയിലയുടെ ഒരു നല്ല സ്മെല്ല്. ഓരോ ആയി എടുക്കുമ്പോഴും നമ്മൾ ആ ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ നല്ലൊരു സംതൃപ്തിയോടുകൂടി ഒരു നല്ല വയറ് നിറച്ചൊരു ഊണ് കഴിക്കാൻ നമുക്ക് പറ്റും. വാഴയിലയിൽ പൊതിയുമ്പോൾ അധികം കറികളൊന്നും ഇല്ലെങ്കിലും ഈ വാഴയുടെ സ്മെല്ല് കാരണം നമുക്ക് ഊണ് ഭയങ്കര സംതൃപ്തിയായിരിക്കും. ഒരു സദ്യ കഴിച്ച സംതൃപ്തിയായിരിക്കും നമുക്കപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.